തിരനോട്ടം ഡബിങ് സമയത്തെ മോഹൻലാലും ഞാനും ഒക്കെ ഉണ്ട്. അപ്പം എന്താ എന്റെ ഉദ്ദേശം? അപ്പം അന്ന് വെച്ചാൽ ഒരുമിച്ച് മൈക്കിൽ നിൽക്കണമല്ലോ. അതുകൊണ്ട് മോഹൻലാൽ ചാടി വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു. മോഹൻലാൽ ചാടി വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു. മോഹൻലാൽ ഫസ്റ്റ് പടമല്ലേ, ലാൽ ആരും അല്ലല്ലോ. ലാലിങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അന്ന് ഞങ്ങൾ കൂടെ കണ്ട ഒരു തടിച്ചു പൊക്കമുള്ള ഒരു സ്ത്രീയാണ്. അത് പിന്നെയാണ് മനസ്സിലായത് ഭാഗ്യലക്ഷ്മിയുടെ അമ്മ വല്യമ്മയാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാലിങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അപ്പൊ ഞാൻ പതുക്കെ വല്യമ്മ ഇങ്ങനെ തിരിഞ്ഞു. വല്യമ്മ അവന്റെ അടുത്ത് മാറി നിൽക്ക്. ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ലാലു വന്ന് ഈ കിളവി എപ്പോഴും കൂടെ കാണും. ഈ കിളവി എപ്പോഴും കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞ കാണും. തിരിച്ചു കേട്ടോന്ന് വല്യമ്മ, എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ. സൂക്ഷിച്ചു കണ്ടുനോക്കുന്നത്. മതില് ചാരി നിന്നാ പോലും ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. പോകാൻ നേരത്ത് ലാല് നന്നായി നോക്കിട്ടൊക്കെയല്ലേ പോയത്? അല്ലല്ലേ, ഞാൻ വളരെ ഡീസന്റ് ആണ്. ലാൽ അങ്ങനെയൊന്നുമില്ല. അപ്പം ശരിക്കും ഞങ്ങളൊക്കെ വളരെ കുസൃതിക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ, യൗവനിങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ. ഭാഗ്യലക്ഷ്മിയെ നല്ല കാണാൻ സുന്ദരിയായ ഭാഗ്യലക്ഷ്മിയെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ വല്യമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. അപ്പൊ ഭാഗ്യലക്ഷ്മി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് ഞങ്ങളെ നോക്കി ചിരിക്കുക എന്തെങ്കിലും ചെയ്താൽ ആ വല്യമ്മ കണ്ണുരുട്ടി കാണിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണോ യുവതികളെ കണ്ടിട്ടില്ലേ? ആരുണ്ടായാലും ഇങ്ങക്ക് എന്താ? നാട്ടിലുള്ള പിശാസിനെയും ഭൂതത്തിനെയും ഒക്കെ പിടിച്ചു കെട്ടണം. നിങ്ങൾക്ക് ഈ പീറ ഉമ്മുമാനെ ഒഴിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല. എന്റെ അമ്മേ, ഞാനൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. പേടിക്കണ്ട കേട്ടോ.